മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ കരുതൽ തന്നെയാണ് പുനർഗേഹം പദ്ധതി എന്ന് പറയുന്നത്. പുനരധിവസിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തീരപ്രദേശത്ത് അപകട മേഖലയിൽ കഴിഞ്ഞിരുന്ന മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് വീട് നഷ്ടപ്പെട്ടവർ, അവർക്കെല്ലാം ആ ഗുണഭോക്താക്കൾക്കാണ് ഈ വീട് നൽകുന്നത്. 7 വർഷം കൊണ്ട് കടൽ തീരത്ത് കിടന്ന് കഷ്ടപ്പെട്ടതിന് വേണ്ടി ഇന്ന് ഫലമായിട്ട് ദൈവം ഞങ്ങൾക്ക് ഒരു വഴി ഒരുക്കി തന്നു. നന്ദി. UPI സ്കൂളിൽ 5 വർഷം കിടന്നു. ഇപ്പം 2 പേർക്ക് എഴുതി നടക്കാൻ വയ്യ. അങ്ങനെ ഇപ്പം കിട്ടിയ അവിടെ കിടന്ന് മരിക്കണം എന്നുള്ള സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെ തരുന്നതിന് വളരെ നന്ദി ഗവൺമെൻറ്, ഇപ്പോൾ ഇടുന്ന ഗവൺമെൻറ്റിന്. കടൽ വെള്ളത്തിൽ കിടന്ന് മോനെ രാവിലെ ഇത്തിരി കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാൻ നിവൃത്തിയില്ല. ആ വീട്ടിൽ കിടന്നിട്ട് ഞാൻ ഒരുപാട് പ്രകാശപ്പെട്ട് ഒരുപാട് വേദന അനുഭവിച്ചാണ് ഞാൻ ഇതിന് എഴുതി കൊടുത്ത് എനിക്ക് കിട്ടുന്നതിന്. ഇപ്പം ഇരിക്കുന്ന ഗവൺമെൻറ്റിന് 70 പ്രാവശ്യം നന്ദി പറഞ്ഞാലും തീരുമില്ല സാറേ. സ്കൂളിലും ക്യാമ്പുകളിലും കിടന്ന് ഇതിന് സർക്കാർ വാടക തന്നെങ്കിൽ ഇന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായ ദിവസം. ഞങ്ങൾ ആ സർക്കാരെ തലയിൽ വെച്ച് ചുമക്കും. നല്ല സർക്കാരാണ്. ഇനിയും മുന്നിലോട്ട് വരട്ടെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഫ്ലാറ്റിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വലിയ സജ്ജീകരണങ്ങളുള്ള ഒരു ഫ്ലാറ്റിന് തന്നെ 20 ലക്ഷം രൂപ ചിലവ് വരുന്ന തരത്തിലാണ്. ഭൂമിയുടെ വില ഒഴിയെ, ഭൂമിയുടെ വില കൂടാതെ തന്നെ ഓരോ ഫ്ലാറ്റിനും 20 ലക്ഷം രൂപയുടെ വില വരും. എല്ലാ സജ്ജീകരണങ്ങളും ഒരു കുടുംബത്തിന് ഭംഗിയായി അടച്ചുറപ്പുള്ള ഭവനം തന്നെയാണ് സർക്കാർ നൽകുന്നത്. നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ നാട് ചില പ്രതിസന്ധി നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ഇടപെട്ട് സ്വന്തം ജീവനെ വകവെക്കാതെ തന്നെ സഹോദരങ്ങളുടെ സുരക്ഷയ്ക്കായി എടുത്തു ചാടിയ നമ്മുടെ നാടിൻ്റെ സ്വന്തം സൈന്യം എന്ന് ഈ സംസ്ഥാനം വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ എന്ത് ചെയ്താലും അത് കൂടുതലാവില്ല എന്ന ബോധ്യത്തിലാണ് സർക്കാരുള്ളത്. ഭൂമിയുടെ വില ഉൾപ്പെടെ ഏകദേശം 40 ലക്ഷത്തോളം രൂപ ഒരു ഫ്ലാറ്റിന് ചെലവ് വരും. വളരെ മികച്ച ഗുണനിലവാരത്തിലാണ് ഇതിൻ്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും ശ്രദ്ധയോടെ ഈ നിർമ്മാണം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത്, കേരളത്തിലല്ല, ഇന്ത്യ രാജ്യത്ത് ഇത്രയും ഫ്ലാറ്റുകൾ ഒരുമിച്ച് നിർമ്മിച്ച് നൽകുന്ന ആദ്യത്തെ സ്റ്റേറ്റാണ്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന ആദ്യത്തെ സ്റ്റേറ്റാണ് കേരളമെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഹാളുണ്ട്. ഒപ്പം തന്നെ കടന്നു വരുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കിച്ചൺ കാണാൻ കഴിയും. ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഹാള്. അത് കഴിഞ്ഞാൽ ടോയ്ലറ്റ്, ബാത്റൂം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ 2 ബെഡ്റൂം, അങ്ങനെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പുറത്തേക്ക് സിറ്റ് ഔട്ട്. അങ്ങനെ ഈ ഫ്ലാറ്റിലേക്ക് കടന്നു വരുന്ന സ്ഥലത്തേക്ക് വരുന്ന എല്ലാ ഭാഗത്തിലും റോഡ് സജ്ജീകരിച്ചിട്ടുണ്ട്. ആ റോഡും നടപ്പാതയും അടക്കം സജ്ജീകരിച്ചിട്ടാണ് ഈ ഫ്ലാറ്റ് സജ്ജമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കാര്യക്ഷമമായി മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന് എന്തുമാത്രം കരുതലാണ് ഈ മത്സ്യത്തൊഴിലാളി മേഖലയെ സംബന്ധിച്ച് ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം കൂടിയാണ്, മാതൃകയാണ്. 400 ഫ്ലാറ്റുകളാണ് അതിൽ ഉള്ളത്. അതിൽ 332 ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയായി. എല്ലാ തരത്തിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഈ സമയം കാണാൻ കഴിയുന്നതാണ്. അകത്ത് നിന്ന് പുറത്തേക്ക് കയറുമ്പോൾ ഒരു വിശാലമായ ഹാളുണ്ട്. ഹാളിന് അടുത്തായിട്ട് തന്നെ 2 ബെഡ്റൂമുകൾ, 2 കിടപ്പുമുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തൊട്ടടുത്താണ് ടോയ്ലറ്റ് സജ്ജീകരിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് അന്തസ്സായി ഒരു മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അടച്ചുറപ്പുള്ള ഭവനം, വളരെ വൃത്തിയുള്ള, നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള, ആവശ്യത്തിന് സ്പേസുള്ള ഒരു വീടിൻ്റെ നിർമ്മാണത്തിന്, ഒരു ഫ്ലാറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു വീട്ടുകാർക്ക് ഒരു ഫ്ലാറ്റ് നൽകുമ്പോൾ അതിന് ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണ ചിലവിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള 20 ലക്ഷം രൂപയാണ്. അതിൻ്റെ മൂല്യം ഈ ഫ്ലാറ്റ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.